നമസ്കാരം. നിയമപരമായ അവകാശത്തെക്കുറിച്ചുള്ള പുതിയൊരു വീഡിയോ. ചെറിയൊരു അബദ്ധത്തിൽപ്പെട്ട് കോടതി കയറേണ്ടി വന്നാൽ, അല്ലെങ്കിൽ നിഷേധിക്കപ്പെട്ട അവകാശങ്ങൾക്കായി പോരാടാൻ തോന്നിയാൽ നമ്മൾ ആദ്യം ഭയക്കുന്നത് എന്തിനെക്കുറിച്ചായിരിക്കും? വക്കീൽ ഫീസ് കൊടുത്തു തീർക്കാൻ എൻ്റെ കയ്യിൽ പണമുണ്ടോ എന്ന ചിന്തയല്ലേ? പക്ഷേ സാമ്പത്തികമില്ലാത്തതിന്റെ പേരിൽ രാജ്യത്തെ ഒരു പൗരനും നീതി ലഭിക്കാതിരിക്കരുത് എന്ന് ഇന്ത്യൻ ഭരണഘടന നിർബന്ധപൂർവ്വം ഉറപ്പു നൽകുന്നുണ്ട്. അതെ, നിങ്ങൾക്കോ നിങ്ങളുടെ അടുത്തൊരാൾക്കോ സൗജന്യമായി കേസ് നടത്താനും സൗജന്യ വക്കീൽ സേവനം ലഭിക്കാനും അർഹതയുണ്ട്. ഇതേക്കുറിച്ച് ലളിതമായി കൃത്യമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ പറയാം. ഈ വീഡിയോ നിയമ അവബോധനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓരോ കേസിന്റെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമായതിനാൽ വ്യക്തിഗത നിയമ ഉപദേശത്തിനായി ബന്ധപ്പെട്ട ഒരു അഭിഭാഷകനെയോ ലീഗൽ സർവീസ് അതോറിറ്റിയോ നിങ്ങൾ സമീപിച്ചിരിക്കണം. കോഴിക്കോട് സ്വദേശിയായ സുനിത എന്ന സ്ത്രീ വലിയ സാമ്പത്തിക ശേഷിയില്ലാത്ത ഒരു സാധാരണ കുടുംബാംഗമാണ്. അവിചാരിതമായി ഒരു നിയമക്കുരുക്കിൽ ഉൾപ്പെട്ടിരിക്കുകയാണ്. ഒരു വക്കീലിനെ കാണാൻ ചെന്നപ്പോൾ കേൾക്കുന്ന ഫീസ് അവരുടെ മാസ വരുമാനത്തെക്കാൾ കൂടുതലാണ്. വക്കീൽ ചോദിച്ച ഫീസ്. നീതി നിഷേധിക്കപ്പെടുമോ എന്ന് ഭയന്ന് സുനിത കരഞ്ഞു നിലവിളിച്ചു. എന്നാൽ സുനിതയ്ക്ക് താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയെക്കുറിച്ച് അവിടെ വെച്ച് അറിവ് ലഭിക്കുന്നു. അവിടെ ഒരു അപേക്ഷ നൽകി. അത് നൽകിയപ്പോൾ അവർക്ക് ഒരു പാനൽ അഭിഭാഷകന്റെ സേവനം സൗജന്യമായിട്ട് ലഭിച്ചു. തുടർന്ന് നിയമ നടപടികൾ തുടരാൻ അവർക്ക് സാധിച്ചു. കേസ് വിജയകരമായി നടത്തി. ഇത് സുനിതയുടെ മാത്രം കഥയല്ല. കേരളത്തിലെ ആയിരക്കണക്കിന് ആളുകൾ ദിവസേന ഉപയോഗപ്പെടുത്തുന്ന ഒരു നിയമപരമായ അവകാശത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 39A പ്രകാരമാണ് സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഒരാൾക്കും നീതി നിഷേധിക്കപ്പെടരുത് എന്ന തത്വം ഉറപ്പാക്കിയിരിക്കുന്നത്. ഇന്ത്യൻ ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് പ്രകാരം ഇനി പറയുന്ന വിഭാഗങ്ങൾക്ക് സൗജന്യ നിയമസഹായത്തിന് അർഹതയുണ്ട്. സ്ത്രീകളും കുട്ടികളും. വരുമാനം എത്രയായാലും സ്ത്രീകൾക്കും കുട്ടികൾക്കും സൗജന്യ നിയമസഹായം ലഭിക്കും. 2. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർ. 3. ഭിന്നശേഷിക്കാരും മാനസിക അസ്വസ്ഥ്യമുള്ളവരും. 4. വ്യവസായ തൊഴിലാളികൾ, ഇൻഡസ്ട്രിയൽ വർക്ക്മെൻ. കസ്റ്റഡിയിലുള്ളവരും തടവുകാരും. റിമാൻഡിലുള്ളവർക്കോ ജയിലിലുള്ളവർക്കോ കേസ് നടത്താൻ വക്കീലില്ലെങ്കിൽ സൗജന്യ സേവനം ലഭിക്കും. പ്രകൃതി ദുരന്തങ്ങൾ, വർഗീയ കലാപങ്ങൾ, അപകടങ്ങൾ എന്നിവയ്ക്ക് ഇരയായവർ. മനുഷ്യക്കടത്തിനും ഭിക്ഷാടനത്തിനും ഇരയായവർ. കുറഞ്ഞ വരുമാനമുള്ളവർ. പൊതുവിഭാഗത്തിൽപ്പെട്ടവർക്ക് വാർഷിക വരുമാന പരിധിയുണ്ട്. നിലവിൽ പ്രാബല്യത്തിലുള്ള വരുമാന പരിധി ബന്ധപ്പെട്ട ലീഗൽ സർവീസ് അതോറിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് പരിശോധിച്ച് ഉറപ്പാക്കാം. ഈ വീഡിയോ തയ്യാറാക്കുന്ന സമയത്ത് കേരളത്തിൽ പൊതുവിഭാഗക്കാർക്ക് വാർഷിക വരുമാന പരിധി 3 ലക്ഷം എന്നതാണ് നിലവിൽ ഉള്ളത്. എന്തൊക്കെ സൗജന്യ സേവനങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത്? സൗജന്യ നിയമസഹായം എന്നത് സൗജന്യമായി കേസ് ജയിപ്പിക്കുമെന്നുള്ള ഉറപ്പല്ല. നിയമപരമായി നിങ്ങളുടെ കേസ് അവതരിപ്പിക്കാൻ സഹായം നൽകുന്നു എന്ന് മാത്രം കരുതിയാൽ മതി. സൗജന്യ നിയമസഹായം എന്ന് പറയുമ്പോൾ വക്കീൽ ഫീസ് മാത്രമല്ല ഇതിൽ ഉൾപ്പെടുന്നത്. കേസ് വാദിക്കാൻ ലീഗൽ സർവീസ് പാനലിൽ നിന്നുള്ള അഭിഭാഷകനെ സൗജന്യമായി നിയമിച്ച് നൽകും. കോടതി ഫീസ്, പ്രോസസ് ഫീസ്, മറ്റ് കേസ് ചെലവുകൾ നിയമപ്രകാരം അനുവദിക്കാവുന്ന ബോർഡ് വഹിക്കും. ഹർജികൾ, പ്രമാണങ്ങൾ, മറ്റു നിയമരേഖകൾ തയ്യാറാക്കി നൽകൽ, രേഖകളുടെ സർട്ടിഫൈഡ് കോപ്പികൾ നൽകൽ, കേസ് കൊടുക്കുന്നതിന് മുമ്പ് നിയമപരമായ ഉപദേശം, ഇവയൊക്കെ സൗജന്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഇതിന് എവിടെ എങ്ങനെ അപേക്ഷിക്കണമെന്നതാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും താലൂക്കുകളിലും ഇതിനായി ഓഫീസുകളുണ്ട്. താലൂക്ക് തലത്തിൽ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി TLSC താലൂക്ക് കോടതി പരിസരത്ത് പ്രവർത്തിക്കുന്നുണ്ടാവും. ജില്ലാ തലത്തിലാണെങ്കിൽ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി DLSA ജില്ലാ കോടതിയുടെ പരിസരത്തുണ്ടാവും. സംസ്ഥാന തലത്തിലാണെങ്കിൽ KELSA കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി ഹൈക്കോടതി പരിസരത്ത് കൊച്ചിയിലുണ്ടാവും. ഇത് അപേക്ഷിക്കേണ്ട രീതി പറയാം. ഒരു വെള്ളക്കടലാസിൽ നിങ്ങളുടെ പ്രശ്നവും സൗജന്യ നിയമസഹായവും വേണമെന്ന ആവശ്യം എഴുതി അപേക്ഷിക്കുക. ഇതിന് പ്രത്യേകിച്ച് ഫീസോ സ്റ്റാമ്പോ ഒന്നും ആവശ്യമില്ല. വരുമാനം അല്ലെങ്കിൽ അർഹത തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പ് ഉള്ളടക്കം ചെയ്യുക. ആധാർ ഉൾപ്പെടെയുള്ള തിരിച്ചറിയൽ രേഖയും ആവശ്യമായ മറ്റു രേഖകളും സമർപ്പിക്കേണ്ടി വന്നേക്കാം. സ്ത്രീകൾക്ക് വരുമാന പരിധി ഇല്ലാത്തതുകൊണ്ട് ആധാർ മതിയാവും. അപേക്ഷ നേരിട്ടോ തപാൽ മാർഗമോ നൽകാം. KELSA NELSA വെബ്സൈറ്റ് വഴി ഓൺലൈനായും നിങ്ങൾക്ക് അപേക്ഷിക്കാം. അതിന്റെ ഹെൽപ്പ് ലൈൻ നമ്പർ ഇതാണ്. രാജ്യത്തുടനീളം ലഭ്യമായ 1510 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് വിവരങ്ങൾ നിങ്ങൾക്ക് അന്വേഷിച്ച് ഉറപ്പുവരുത്താവുന്നതുമാണ്. അറിവില്ലായ്മ കൊണ്ടാണ് പലരും തങ്ങളുടെ അവകാശങ്ങൾ നേടാതെ പോകുന്നത്. നിയമവും നീതിയും പണമുള്ളവർക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, അതെല്ലാവർക്കും തുല്യമായി ലഭിക്കേണ്ട ഒന്ന് തന്നെയാണ്. ഈ അവകാശത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് ഓരോ പൗരനും പ്രയോജനപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് നൽകണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു പ്രധാന നിയമപരമായ അവകാശവുമായി നാളെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.